നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നിങ്ങൾ MA സൈക്കോളജി 1-ാം വർഷ പഠനം തുടരുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ IGNOU MPC 001-ലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4, അതായത് മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രത്യേക മോഡലിലാണ്. സാധാരണ നമ്മൾ ഓർമ്മയെപ്പറ്റി പറയുമ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, അങ്ങനത്തെ സ്റ്റോറുകളല്ലേ മനസ്സിൽ വരാറ്. അതെ. ആറ്റ്കിൻസൺ, ഷിഫ്രിൻ മോഡലൊക്കെ അങ്ങനെയാണല്ലോ. എന്നാൽ ക്രെയ്ഗ് ലോക്ക്ഹാർട്ട് എന്നിവരുടെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്നൊരാശയം അത് കുറച്ച് വ്യത്യസ്തമാണ്. ഘട്ടങ്ങൾക്ക് പകരം നമ്മൾ വിവരങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം, അല്ലേ? അതെ അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഘടനാപരമായ മോഡലുകൾ ഓർമ്മയെ ഓരോ അറകളായിട്ട് കാണുന്നു. സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം, അങ്ങനെ. പക്ഷേ ക്രെയ്ഗും ലോക്ക്ഹാർട്ടും ചോദിച്ചതെന്താണെന്ന് വെച്ചാൽ, ഒരു വിവരം ഓർമ്മയിൽ നിൽക്കുന്നത് അത് ഏത് അറയിൽ എത്തിയെന്നതിനെ ആശ്രയിച്ചാണോ, അതോ ആ വിവരത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതിനെ ആശ്രയിച്ചാണോ? ഓക്കെ. അവരുടെ ഉത്തരം ഈ രണ്ടാമത്തെ കാര്യമാണ് പ്രധാനമെന്നാണ്. അതായത് പ്രോസസ്സിംഗിന്റെ ആഴം, ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ്, അതാണ് ഓർമ്മയുടെ നിലനിൽപ്പിന്, ഡ്യൂറബിലിറ്റിക്ക് കാരണം. ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ്. അപ്പോൾ ഈ ആഴമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയുന്ന പോലെ ഉപരിപ്ലവമായി ചിന്തിക്കുക, ആഴത്തിൽ ചിന്തിക്കുക, അങ്ങനെയാണോ? ഏകദേശം അങ്ങനെ തന്നെ. അവർ പ്രധാനമായിട്ടും രണ്ട് തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഷാലോ പ്രോസസ്സിംഗ്, അതായത് ഉപരിപ്ലവമായ തലം. ഷാലോ. ഇവിടെ നമ്മൾ കാര്യങ്ങളുടെ ഒരു പുറംമോടിയിലാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ സെൻസറി ഫീച്ചേഴ്സ്. ഇപ്പോ ഒരു വാക്ക് കണ്ടു, ആ വാക്കിലെ അക്ഷരങ്ങൾ വലുതാണോ ചെറുതാണോ, അത് സ്ട്രക്ചറൽ ലെവൽ. ഓക്കെ. അല്ലെങ്കിൽ ആ വാക്കിന്റെ ശബ്ദം എങ്ങനെയാണ്, അത് ഫോണിമിക് ലെവൽ. ഇതൊക്കെ ഷാലോ ആണ്, വലിയ മാനസിക പ്രയത്നം വേണ്ട. ശരി. എന്നാൽ രണ്ടാമത്തെ ലെവലാണ് ഡീപ്പ് പ്രോസസ്സിംഗ്, ആഴത്തിലുള്ള തലം. ഇതാണ് ഓർമ്മയ്ക്ക് പ്രധാനം. ഇവിടെ നമ്മൾ ആ വിവരത്തിന്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നു. സെമാന്റിക് ലെവൽ. അർത്ഥം. അതെ. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, ഇതിനെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ഒരു കോഗ്നിറ്റീവ് അനാലിസിസ് നടക്കുന്നത്, ആ വിവരത്തിനൊരു പേഴ്സണൽ മീനിങ് വരുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരു പോർഷൻ വീണ്ടും വീണ്ടും വായിച്ചുരുടുന്നതിനേക്കാൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി സ്വന്തം വാക്യത്തിലൊന്ന് എഴുതി നോക്കുന്നത്, അത് ഓർമ്മയെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാലോ, ഈ തിയറി വെച്ച്. തീർച്ചയായും. നിങ്ങൾ പറഞ്ഞത് റിഹേഴ്സലിന്റെ കാര്യമാണ്. അതും ക്രെയ്ഗും ലോക്ക്ഹാർട്ടും പറയുന്നുണ്ട്. 2 ടൈപ്പ് റിഹേഴ്സൽ. വെറുതെ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നില്ലേ, അതിനെ അവർ മെയിന്റനൻസ് റിഹേഴ്സൽ എന്നാണ് വിളിക്കുന്നത്. മെയിന്റനൻസ്. അത് ആ വിവരത്തെ തൽക്കാലത്തേക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ നിർത്താൻ സഹായിക്കും. പക്ഷേ അത് ഓർമ്മയിൽ ആഴത്തിൽ പതിയില്ല. അതൊരു ഷാലോ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ. എന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അർത്ഥം മനസ്സിലാക്കി, ഉദാഹരണങ്ങൾ കണ്ടെത്തി, വേറെ ആശയങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുന്നത്, അതാണ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ. ഇലാബറേറ്റീവ്. അതെ, അത് ഡീപ്പ് പ്രോസസ്സിംഗ് ആണ്. കാരണം നമ്മൾ ആ വിവരവുമായിട്ട് കൂടുതൽ ഇടപഴകുന്നു, അതിനെ വികസിപ്പിക്കുന്നു. ഇത് ഓർമ്മയെ ശക്തിപ്പെടുത്തും, കൂടുതൽ കാലം നിൽക്കും. ശരിക്കൊരു മെമ്മറി ട്രേസ് ഉണ്ടാക്കുന്നത് ഈ ഇലാബറേറ്റീവ് റിഹേഴ്സലാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല ലോജിക്കലായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും പരീക്ഷണങ്ങളുടെ പിൻബലം അങ്ങനെ വല്ലതുണ്ടോ? ഉണ്ട്. ക്രെയ്ഗും ടൾവിങ്ങും 1975 നടത്തിയൊരു ക്ലാസിക് സ്റ്റഡിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. അവരാളുകളെ പല ഗ്രൂപ്പുകളായി തിരിച്ചു. എന്നിട്ട് കുറേ വാക്കുകൾ കാണിച്ചു. ഓരോ ഗ്രൂപ്പിനോടും ഓരോ ടൈപ്പ് ചോദ്യം ചോദിച്ചു. എങ്ങനത്തെ ചോദ്യങ്ങൾ? ഇപ്പോ ഒരു ഗ്രൂപ്പിനോട് ആ വാക്ക് വലിയക്ഷരത്തിലാണോ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു, അത് സ്ട്രക്ചറൽ ലെവൽ. വേറൊരു ഗ്രൂപ്പിനോട് ആ വാക്ക് വേറൊരു വാക്കുമായിട്ട് റൈം ചെയ്യുമോ എന്ന് ചോദിച്ചു, അത് ഫോണിമിക് ലെവൽ. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് ഈ വാക്ക് ഇന്ന സെന്റൻസിൽ ഫിറ്റ് ആകുമോ എന്ന് ചോദിച്ചു, അത് സെമാന്റിക് ലെവൽ, അതായത് അർത്ഥം നോക്കാൻ. എന്നിട്ട് ഇന്ത്യയുടെ എല്ലാവരോടും ആ കണ്ട വാക്കുകൾ ഓർത്തെടുക്കാൻ പറഞ്ഞു. അപ്പൊ റിസൾട്ട് വളരെ ക്ലിയർ ആയിരുന്നു. ഈ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച ഗ്രൂപ്പിലെ ഡീപ്പ് പ്രോസസ്സിംഗ് നടത്തിയവർ, അവരാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഓർത്തത്. അത് ശരി. അതൊരു നല്ല എവിഡൻസ് തന്നെയാണല്ലോ. എന്നാ പിന്നെ
ഈ തിയറിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? വിമർശനങ്ങൾ? തീർച്ചയായും ഉണ്ട്. എല്ലാ തിയറിക്കും ഉണ്ടാവുമല്ലോ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്താന്ന് വെച്ചാൽ, ഈ ആഴം, ഡെപ്ത് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നതിലെ ഒരു പ്രശ്നമാണ്. അതെങ്ങനെ? അതായത്, ഒരു കാര്യം നമ്മൾ നന്നായി ഓർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡീപ്പായി പ്രോസസ്സ് ചെയ്തു എന്നാണ് ഈ തിയറി പറയുന്നത്. ശരി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഓർത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡീപ്പായി പ്രോസസ്സ് ചെയ്തതുകൊണ്ട് എന്നും പറയുന്നു. ഇതൊരു ഒരു സർക്കുലാരിറ്റി ഇല്ലേ? ഒരു ചാക്രിക യുക്തി. അതെ, സർക്യുലർ റീസണിംഗ്. ഓർമ്മയുടെ നിലനിൽപ്പ് വെച്ചാണ് ആഴം നിർവചിക്കുന്നത്, ആഴം വെച്ച് ഓർമ്മയുടെ നിലനിൽപ്പിനെയും വിശദീകരിക്കുന്നത്. ഓക്കെ. അപ്പോ ഓർമ്മശക്തിയെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ആഴം അളക്കാൻ ഒരു മാർഗമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏത് പ്രോസസ്സിംഗ് ആണ് കൂടുതൽ ആഴമുള്ളത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. അതൊരു വാലിഡ് പോയിന്റാണ്. എങ്കിലും ഓർമ്മയെ വെറും സ്റ്റോറേജ് ബിന്നുകളായി മാത്രം കാണാതെ വിവരങ്ങളുമായി നമ്മൾ എങ്ങനെ ഇടപെടുന്നു, അതിന്റെ നിലവാരം, അതിന് പ്രാധാന്യം കൊടുത്തു എന്നത് ഈ മോഡലിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. തീർച്ചയായും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കാര്യങ്ങൾ അർത്ഥവത്തായി പഠിക്കുന്നതാണ് ഓർമ്മയുടെ ഒരു പ്രധാന താക്കോൽ. അതെ, ഒരു വിവരം നമ്മൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ അതിനെ എങ്ങനെ സമീപിച്ചു, എന്തർത്ഥം കൊടുത്തു, എത്രത്തോളം അതിനെപ്പറ്റി ചിന്തിച്ചു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനപ്പുറം ആശയങ്ങൾ മനസ്സിലാക്കാനും അതിനെ കണക്ട് ചെയ്യാനും ശ്രമിക്കുന്നതിലാണ് ശരിക്കും കാര്യം. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു MA സൈക്കോളജി സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ പഠന രീതികളെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എത്രത്തോളം ഡീപ്പ് പ്രോസസ്സിംഗ് രീതികൾ ഉപയോഗിക്കുന്നുണ്ട്? വെറുതെ വായിച്ചു വിടുകയാണോ? അതോ അർത്ഥം മനസ്സിലാക്കി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ തിയറിയുടെ വിമർശനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ആഴം എന്ന ആശയത്തെ നമുക്കെങ്ങനെ കൂടുതൽ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റും? ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ ഷാലോ പ്രോസസ്സിംഗ് മതിയോ? എല്ലാത്തിനും ഡീപ്പ് പ്രോസസ്സിംഗ് തന്നെ വേണോ? ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അടുത്ത തവണ കാണാം.